ബക്രീദ് ദിനത്തിൽ ഇപ്പോൾ വീടുകളുടെ സന്ദർശന സമയമാണ്. എല്ലാവരും ഈദ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വീടുകളിലൊക്കെ എത്തുകയാണ്. അപ്പോൾ നമ്മുടെ രുചികളൊക്കെ അറിയണം, വീടുകളിലെ വിശേഷങ്ങൾ അറിയണം. നമ്മൾ മനാഫ്കയുടെ വീട്ടിലേക്കാണ് വരുന്നത്. മനാഫ്ക, ഈദ് മുബാറക്. എന്നിട്ട് വിശേഷം ഇങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് എത്തിയോ? നമസ്കാരം കഴിഞ്ഞപ്പോൾ എത്തി. ഇനിയിപ്പോ ഫുഡൊക്കെ കഴിക്കാൻ ഫുഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വൈഫാകത്തുണ്ട്. ഇത് നമ്മളെ ഉറ്റ സുഹൃത്താണ് നൗഷാദ് മാമ. അതാണ് ഞാൻ പറഞ്ഞ പോലെ സന്ദർശന സമയം വീടുകളിലേക്ക് എത്തിയതല്ലേ. പെരുന്നാളാകുമ്പോൾ അടുത്ത കൂട്ടുകാർ വീട്ടിലേക്ക് പോകുന്നൊരു പതിവ് പണ്ടുള്ളതാണ്. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ മനഫ്ഖാൻ്റെ വീട്ടിലെത്തി. ഇനി ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് നമുക്കും കൂടെ ആ ഫുഡ് വിശേഷങ്ങളൊക്കെ കണ്ടേ. എന്താണ് പെരുന്നാളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി, അങ്ങനെ ആഘോഷമൊക്കെ നമുക്ക് അതിലെന്തായാലും വിശാലമായി വരാം. നമുക്ക് ഭക്ഷണത്തിന്റെ രുചികളൊന്നും അറിഞ്ഞാലോ? ഈദ് മുബാറക്. എന്തൊക്കെയാ സ്പെഷ്യൽ? എല്ലാം റെഡിയായോ? എല്ലാം റെഡിയായി നിൽക്കണു. ഇന്ന് മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ അതാണ്. മന്തി ഉണ്ട്, ബിരിയാണി ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഉച്ചക്ക് ഗ്രാൻഡ് ആയി എന്നാണ് തോന്നുന്നത്. മന്തി ഉണ്ട്. അല്ല, അപ്പുറത്തേക്ക് പായസം ഉണ്ടോ? അത് അടുത്ത ചോദ്യം. ബിരിയാണിന്റെ വിശേഷം കഴിഞ്ഞ് പറയുമ്പോൾ തന്നെ പായസം ഇല്ലേ മോളെ എന്ന് അടുത്ത ചോദ്യം വരുന്നത്. സാധാരണ ഞങ്ങള് ബീഫ് ബിരിയാണി ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇന്ന് ഉദയത്തുള്ള സമയമായതുകൊണ്ട് ഉദയത്തിന്റെ ഇറച്ചി കിട്ടിയിട്ട് ഇനി നാളെ ബീഫ് ബിരിയാണിയും അടിപൊളിയായി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഫുൾ ചിക്കനും മട്ടനൊക്കെ ഉള്ളൂ. അത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്തായാലും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ഇവരുടെ അതിഥിയാണെന്നാ പറയുന്നത്. അത് എന്തായാലും ഫുഡ് കഴിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് മടങ്ങുള്ളൂ. നമുക്ക് എന്താ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ഒരു പാട്ടൊക്കെ ആവണമെന്നുണ്ട്. മക്കളെ ഒരു പാട്ട്, നമുക്കൊരു പെരുന്നാൾ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഒത്തുകൂടിയല്ലേ. ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയാണ് ബക്രീദ്. എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. പ്രജോഷ് കുമാറിനോടൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.